ഹേ ഗായ്സ്, അപ്പം ഇന്ന് ഞാനൊന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വെച്ചാൽ മുട്ട ബിരിയാണി ഉണ്ടാക്കാം. പക്ഷേ എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ ഇൻസ്റ്റയിൽ ഒരു റീൽ കണ്ടിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് കണ്ടിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. സോ ബിരിയാണി അരി ഇല്ലാത്തത് കൊണ്ട് ഞാനിവിടുന്ന് സ്റ്റോറിൽ നിന്ന് വാങ്ങിയിട്ടൊരു നോർമൽ അരി, ഏകദേശമൊക്കെ ബിരിയാണിയുടെ ടൈപ്പ് തന്നെ. അപ്പം അതുകൊണ്ട് പിന്നെ ഞാൻ ബാക്കി കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, തക്കാളി കരിഞ്ഞ് വെച്ചിട്ടുണ്ട്. കോഴിമുട്ട പൊരിച്ച് വെച്ചിട്ടില്ല, പുഴുങ്ങി വെച്ചിട്ടുണ്ട്. സോ നമുക്ക് ഉണ്ടാക്കാം. ഓക്കെ, എൻ്റെ കയ്യിൽ ബിരിയാണി അരി ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാനിവിടുന്ന് കടയിൽ നിന്ന് വാങ്ങിയൊരു സാധാ അരിയായിട്ട് ഇട്ട് കൊടുത്തേ. ഞാൻ ആദ്യം വേവിച്ച് മാറ്റിയായിരുന്നു. പിന്നെ കുറച്ച് മുട്ടയും പുഴുങ്ങി അത് മാറ്റി വെച്ചായിരുന്നു. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കുറച്ച് ജീരകം, പിന്നെ ഇതെന്താ അവൻ്റെ പേരെനിക്കറിയില്ല, പിന്നെ കുറച്ച് ഇലയും ഒക്കെ ഇട്ട്, പിന്നെ ഉള്ളി ഇട്ട് കുറച്ച് അതിൻ്റെ കുറച്ച് ഉപ്പിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുത്ത് നല്ല രീതിക്ക് വാടണം കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ കുറച്ചും കൂടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടായിരുന്നു. അത് കുറച്ച് നല്ല ബ്രൗൺ കളറായിട്ട് വരുമ്പോൾ കുറച്ച് തക്കാളി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കണം കേട്ടോ. അതിനകത്തേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ ബിരിയാണി മസാല ഇതും കൂടെ ഇട്ട് നന്നായിട്ട് ഇതാക്കി എടുത്തിട്ട് അതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കുറച്ച് ഇതാക്കിയെടുത്തു, ഗ്രേവി മാതിരിയാക്കി എടുത്തു. പിന്നെ ഒരു പാനിൽ മുട്ട ജസ്റ്റ് ഒന്ന് വറുക്കെടുക്കാൻ വേണ്ടി കുറച്ച് ബീഫ് മസാല, മുളക് പൊടിയും കൂടി ഇട്ടിട്ട് എണ്ണയിൽ ഇതിട്ട് ജസ്റ്റ് ഒന്ന് ഇതാക്കിയെടുത്ത് അതിൻ്റെ അടുത്തുനിന്ന് മാറി നിൽക്കണമെങ്കിൽ പെട്ടെന്ന് പൊട്ടി തെറിക്കും. പിന്നെ കുറച്ചും കൂടെ ഗ്രേവിയിൽ അപ്പോഴത്തേക്കും കുറുകിയായിരുന്നു. കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് അതിനകത്തേക്ക് മുട്ട ഇട്ട് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചിട്ട് ചോറിട്ടിട്ട് ഇങ്ങനെ കുറച്ച് നേരം പൊത്തി വെക്കാം. എന്നിട്ട് ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്നാൽ മതി. അപ്പോഴത്തേക്കും ഞാൻ ബാക്കിയെല്ലാം വൃത്തിയാക്കി, കാരണം ഇല്ലെങ്കിൽ ഞാൻ തന്നെ ഇതിൻ്റെ പുറകെ പിന്നെ ഓടി നടക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ മൊത്തം വൃത്തിയാക്കി കഴിഞ്ഞിട്ട് കഴിച്ചു. പുറത്ത് ഭയങ്കര കാറ്റാണ്. എത്ര സൗണ്ട് പറഞ്ഞാൽ കേൾക്കുന്ന എനിക്കറിയില്ല, ഭയങ്കര കാറ്റാണ്. ആ തെങ്ങ് കാടുന്നത് കണ്ടാൽ മനസ്സിലാവും. ഇങ്ങനെ തെങ്ങ് നല്ല കാറ്റ്. കാറ്റെന്തോ ചെയ്യട്ടെ. നമുക്ക് ഞാൻ ഉണ്ടാക്കിയ മുട്ട ബിരിയാണി കഴിച്ച് നോക്കാം. ഞാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടൊന്നുമില്ല. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതാണ്. കഴിച്ച് നോക്കാം. തൈരും കൂടെ എടുക്കാം. തൈരിൽ ഉള്ളി നരിഞ്ഞ് നല്ല സമയമില്ല, കാരണം എനിക്ക് വിശക്കുന്നുണ്ട്. കൊള്ളാം, കുറച്ച് എരിവ് മുമ്പിൽ നിൽക്കുന്നുണ്ട്. ഇനിയൊരു നമ്മുടെ നാട്ടിലെ ബിരിയാണി മസാലയല്ലല്ലോ, വേറെ നാട്ടിലായതുകൊണ്ട് തന്നെ ആ ബിരിയാണി മസാലയുടെ ടേസ്റ്റ് അറിയാൻ കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. അതന്നെ ഇത് രണ്ടും വെച്ച് കഴിഞ്ഞാൽ സംഭവം അടിപൊളിയാണ്, നന്നായിട്ടുണ്ട്. സൂപ്പർ. അപ്പോൾ ഓക്കെ, ബൈ. ഞാൻ കഴിഞ്ഞിട്ട് അടുത്ത വീഡിയോയ്ക്ക് പിന്നെ നിങ്ങൾ ബൈ.